കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഉടക്കില്ല. ലേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വന്നാ വാതില് തുറക്കില്ല എന്ന ഒരു കണ്ടീഷൻ. എങ്കിലും നീ ലോറി കിടക്കും, വന്നിട്ട് ഇറങ്ങത്തുള്ളൂ. അല്ല സോളമിച്ചാൻ എന്റെ റൂമിൽ കിടക്കാം, ലോറി കിടക്കണ്ട. വെറുതെ അല്ലടാ ഇത്, മമ്മയെ വരട്ടാനല്ലേ. ഇറങ്ങി വരും, നീ കണ്ടോ. അല്ല ഇച്ചാൻ ഇത്തരം വണ്ടിയല്ലേ. റീത്തമാവി പറഞ്ഞത് പണ്ട് കുറെ കാലം ഇത് ഓടിച്ചോണ്ട് നടന്നിട്ട് പിന്നെ അതേന്ന് പറഞ്ഞ് ഇറക്കിയേക്കുവാനാണല്ലോ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അതോ, ഇച്ചായനെ പ്രസവിച്ചത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റീത്തമാവിക്ക് സംസാരിക്കാൻ ഒറ്റ വിഷയമുള്ളൂ, അതറിയില്ലേ ഇച്ചായൻ. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസം കഴിയുന്നു, ഇതിലൊറ്റ ദിവസം പോലും ഇല്ല റീത്തമാവ് ഇച്ചായന്റെ കാര്യം പറയാത്തായിട്ട്. ശരിക്കും ആന്റണി ബോറടിച്ചിട്ടുണ്ടാവും. അങ്ങനൊന്നുമില്ല. ഉള്ളത് പറഞ്ഞാലേ ഇതേലെ പണി വിട്ടിട്ട് കൊല്ലം 4-5 ആയി. അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം പണിയൊന്നും ഇല്ലായിരുന്നു മമ്മ വിചാരിക്കുന്ന പോലെ. ഡ്രൈവ് ചെയ്യാനുള്ള കമ്പത്തിന്ന് കയറി ഇളക്കം, അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ടുണ്ടായ നേട്ടം ആ വകുപ്പിൽ കിട്ടിയ കുറെ ഫ്രണ്ട്സാ. ഇതുപോലെ ചില വണ്ടികൾ ചിലപ്പോ കൈ കിട്ടും 1-2 ദിവസത്തെ ഗ്യാപ്പിന്. ഇവൻ റിപ്പയറാ, ഫില്ല് ചെയ്താ നിക്കില്ല, വഴിനീളം മൂത്രിക്കും. അത് കാരണം 2-3 ദിവസത്തേക്ക് ഓട്ടോ ഇല്ല. ഇത് പിന്നെ മമ്മയെ ചുമ്മാ ഒന്ന് വിരട്ടാനും കൂടെ വേണ്ടിട്ട് എടുത്തോണ്ട് പോകുന്നതാ. വീണ്ടും ഞാനിത് കേറി എന്ന് പറഞ്ഞ ആദ്യം ഒരു ബഹളമുണ്ട്. ഉണ്ട്, ഞാനിവിടെ നിപ്പുണ്ട്. ആഹാ, അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടായിരുന്നോ? എല്ലാം കേട്ടു. അപ്പൊ നമ്മുടെ പ്ലാൻ സുല്ലാണോ അല്ലയോ തീരുമാനിക്കണേ. നീ പറയുന്നതിൽ ഏതാ സത്യം, ഏതാ നുണന്നറിയണ്ടേ? യോ മമ്മ, ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, പറയാറുള്ളൂ, ഇനി അങ്ങോട്ട് പറയുള്ളൂ. നീ എന്നോട് തലയിലടിച്ച് സത്യം ചെയ്തല്ലയോ പാതിരാ നേരത്ത് ഇതെന്നല്ല ഒരു വാഹനം ഓടിക്കുകയല്ലാന്ന്? അതിന് മമ്മ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിടുമ്പോ സന്ധ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും പാതിരൊന്നും ആയിട്ടില്ല. ഇല്ല, 2:30 മണിയേ ആയിട്ടുള്ളൂ. വാ, വന്ന് കിടന്നുറങ്ങ. അയ്യോ, ഉറങ്ങാനൊന്നും നേരമായിട്ടില്ല. എന്നാ നീ ഉറങ്ങണ്ട, ബാക്കിയുള്ളവർ ഉറങ്ങിക്കൊള്ളാം. അതെങ്ങനെ ഉറങ്ങുന്നേ? എനിക്ക് വിശന്നിട്ടൊരു അന്തവും ഇല്ല. എന്തേലും ആഹാരം വേണം, അതും ഫ്രിഡ്ജിലിരിക്കുന്ന ഒന്നും എടുത്തു തന്നാ പറ്റിയല്ല, ചൂടായിട്ടുണ്ടാക്കി തന്നേ പറ്റൂ. മതി. അയ്യോ, ഒന്നും ആയിട്ടില്ല. എന്ത് തീറ്റയാടാ ഇത്? അത് നേരമല്ലാത്ത നേരത്ത് 6-7 മമ്മയ്ക്ക് ഉറക്കപ്പിച്ചെന്നെ കൊണ്ട് തോന്നുന്ന. ഇതും കൂട്ടി ഇതിപ്പോ 3 അല്ലടാ? അതെ. വന്നു കയറുന്നതിന് മുമ്പ് അവനെയും കൂടി അങ്ങ് ശിക്ഷപ്പെടുത്തി കളഞ്ഞല്ലോ. ആന്റപ്പൻ ഉറക്കം വരുന്നേ പോയി കിടന്നുറങ്ങ. ഇല്ല, എന്റെ ഉറക്കമൊക്കെ പോയി. കണ്ടോ, അവന്റെ ഉറക്കവും കളഞ്ഞു. കാലത്തെ ക്ലാസ് ഉള്ള ചെറുക്കനാ. ഏയ്, ആന്റണി ഒന്നും ഉറങ്ങുന്നില്ല. 7 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണുകയില്ലേ, അല്ലടാ? ഒരാടി നല്ല ചിൽഡ് ചിക്കൻ, ബെസ്റ്റ് കോമ്പിനേഷൻ, ചൂട് ചപ്പാത്തി ആയിട്ട്. മേരി എവിടാ അമ്മ? ഇനിയിപ്പൊ അവളെ ഉണത്തണ്ട. യോ, മേരി ഉറങ്ങിയോ? ക്യൂൻ മേരി ഇത്ര നേരത്തെ ഉറങ്ങിയതോ? മേരി, ക്യൂൻ മേരി. അയലത്തുകാരെ ഉറക്കുകയല്ല. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നോണ്ടാ. ഹായ് മേരി. വല്ല കാര്യമുണ്ടോ ഈ വെളുപ്പാങ്കാലത്ത് അവളെ വിളിച്ചുണർത്തിട്ട്? How are you, Mary? കേട്ടു ബഹളം. എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയാലോ? വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന VIP ഗസ്റ്റിനെ സ്വീകരിക്കാൻ എണീറ്റ് വരണ്ടേ? അതല്ലേ വന്നത്. വേണ്ട വേണ്ട, അതൊക്കെ മമ്മ എന്നെ അങ്ങ് ഉണ്ടായിക്കോളും. മമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ ഞാൻ കഴിക്കൂ, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വന്ന പോലെ സ്ഥലം വിടും. കണ്ടോ, അവൻ എന്നെ ഉറക്കരുതെന്നല്ലേ ഉള്ളൂ, വേണ്ടിട്ടല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ആണ്ടിൽ ഒരാഴ്ച തികച്ച് മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ വരികയില്ല. എന്നിട്ടാ മമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കൂ എന്നൊരു വാശി. ഇവിടെ വരുമ്പോ പിന്നെ അങ്ങനെയൊക്കെ അല്ലയോ മമ്മ വേണ്ടത്? ഇവിടെ വരുന്നത് അതിനൊക്കെ വേണ്ടിട്ട് അല്ലയോ? ഇതാർക്കാ? ഇതെനിക്ക്. ഇതിന്റെ അടുത്ത് ആനടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്, അതിന്റെ അടുത്ത് ആറ്റടിക്ക്, അതിന്റെ അടുത്ത് എനിക്ക്. അങ്ങനെ അങ്ങ് രണ്ടുപേരുടെ വയറ് നിറയുമ്പോഴത്തേക്ക് നേരവും വെളുക്കും.